വെൽക്കം ടു PKPSC കോർണർ സക്സസ് സ്റ്റോറീസ്. ഒരുപാട് എക്സാംസ് നടക്കുന്ന ഒരു കാലമാണ്. എല്ലാവരും എക്സാംസിനൊക്കെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. എനിവേസ്, ഇന്ന് നമ്മളോടൊപ്പം സക്സസ് സ്റ്റോറി പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിനേഷനിൽ 38 എന്നുള്ളൊരു മികച്ചൊരു റാങ്ക് കരസ്ഥമാക്കിയ തിരുവനന്തപുരം സ്വദേശി അഖിലാണ്. ഒരുപാട് പേര് നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു റിവിഷൻ സ്ട്രാറ്റജീസിനെ പറ്റിയിട്ട് ചോദിക്കാൻ. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് റാങ്ക് ഹോൾഡർ അടുത്ത് നേരിട്ട് ചോദിച്ചറിഞ്ഞാലോ. റിവിഷൻ ചെയ്യുന്നത് വെച്ചാൽ ഒരാഴ്ച പഠിക്കുന്ന ടോപ്പിക്ക് ഒരു ദിവസം കൊണ്ട് റിവിഷൻ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ യൂസ് ചെയ്തിട്ട്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ പുതിയ ടോപ്പിക്ക് പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഒരു ബിഗിനിങ് സ്റ്റേജിൽ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും, എവിടെ നിന്നാണ് തുടങ്ങേണ്ടതെന്ന് അറിയില്ല. നമ്മൾ എക്സാം ഹാളിൽ തന്നെ നമ്മളൊരു സ്ട്രെസ് മാനേജ്മെന്റ് ചെയ്യാൻ ശ്രമിക്കണം. മാക്സിമം കൂളായിട്ട് നിന്ന് നമ്മൾ എക്സാം എഴുതിയാൽ നമുക്കൊരു കിട്ടുന്ന മാർക്കിന് ഒരു 5 മാർക്ക് കൂടുതലെങ്കിലും കിട്ടും എന്നാണ് എൻ്റെ ഒരു പക്ഷം. അപ്പോൾ ആദ്യത്തെ കുറച്ച് സ്ട്രഗിൾസ് എല്ലാവർക്കും ഉണ്ടാകുന്നത് പോലെ തന്നെ നമുക്കും വരും. സപ്ലികൾ ഉണ്ടായിരുന്നു. ഞാനത് വീട്ടിലെ മൂത്ത പോന്നുള്ള ലേബലൊക്കെ പ്രശ്നമായിട്ട് വന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും? പഠിച്ചിട്ടില്ല. നന്നായിട്ട് ഉറങ്ങിയിട്ട് തന്നെയാണ്. അതെ, നന്നായിട്ട് ഉറങ്ങിയിട്ട് തന്നെ പഠിച്ചിട്ടുള്ളത്. PKPSC Corner. Craft your future. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം, സുഖമായിട്ടിരിക്കുന്നു. 38ാമത്തെ റാങ്ക് എന്ന് പറയുമ്പോൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ ഇത്രയും മികച്ചൊരു റാങ്ക്? ഇല്ല, ഒരിക്കലും 38 എന്നുള്ള റാങ്കിലേക്ക് എത്തുന്ന പ്രതീക്ഷിച്ചിരുന്നില്ല. ഇല്ല, ഒരു ആദ്യത്തെ 100 റാങ്കിന് കിട്ടുമെന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എക്സാം കഴിഞ്ഞപ്പോൾ. പക്ഷെ ആദ്യത്തെ 50-നുള്ളിൽ വന്നപ്പോൾ ഒരുപാട് ഹാപ്പി ആയി. എല്ലാവരും ഹാപ്പി ആയോ? പിന്നെ വീട്ടുകാരൊക്കെ ഭയങ്കര ഹാപ്പി ആയി. വീട്ടുകാരെ കുറിച്ചും പഠിച്ചതിനെ കുറിച്ചൊക്കെ നമുക്കൊന്ന് ഷെയർ ചെയ്യാം, ഒന്ന് പറയാമോ? ഞാൻ പഠിച്ചത് ആലപ്പുഴ പുന്നപ്ര എഞ്ചിനീയറിംഗ് കോളേജിൽ ബിടെക് ആയിരുന്നു. ബിടെക് മെക്കാനിക്കലായിരുന്നു പഠിച്ചത്. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയൻ 3 പേരാണുള്ളത്. ഇപ്പോൾ പഠിച്ചത് ബിടെക് ആണ്. അപ്പോൾ ബിടെക് പഠിച്ച ഒരുപാട് പേര് ഇപ്പോൾ PSC ഫീൽഡിലോട്ട് വരുന്നുണ്ട്. എഞ്ചിനീയറിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ ചൂസ് ചെയ്യാണ്ട് എന്തുകൊണ്ടാണ് ഗവൺമെന്റ് സർവീസിലോട്ട് വരുന്നത്? അതൊരു ആക്സിഡന്റ് ആയിട്ട് വന്നതാണ്. ബിടെക് 2018 പാസ് ഔട്ട് ആവുന്നത്. അപ്പോൾ പാസ് ഔട്ട് ആയി എനിക്ക് കുറച്ച് ബാക്ക് പേപ്പേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. സപ്ലികൾ ഉണ്ടായിരുന്നു. ഞാനത് ഒരു 2-3 മാസം കൊണ്ട് എക്സാം ഒക്കെ എഴുതി നിൽക്കുകയായിരുന്നു. പിന്നെ ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് പബ്ലിക് സെക്ടർ ജോബിലോട്ട് വന്നാലോ എന്നൊരു തോട്ട് വന്നത്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്തതെന്ന് പറഞ്ഞാൽ ബാങ്ക് കോച്ചിന് ഇവിടെ ട്രിവാൻഡ്രത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാനുണ്ടായത്. അത് 1 വർഷത്തിലധികമായിട്ട് ഞാനത് ട്രൈ ചെയ്തു. പക്ഷേ എനിക്ക് എക്സാംസ് ഒന്നും അങ്ങനെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കൊറോണ വന്ന ശേഷം ഒരു ചെറിയൊരു ഗ്യാപ്പ് വന്നു. ആ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ PSC ഫീൽഡിലോട്ട് 2021 തുടക്കം തൊട്ടാണ് PSC എന്ന ഫീൽഡിലോട്ട് വന്നത്. ഇപ്പോൾ ബിടെക് അതിന്റെ മാത്സ് കാര്യങ്ങളൊക്കെ കുറച്ച് ഹെൽപ്ഫുൾ ആണെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ബിടെക് ബാക്ക്ഗ്രൗണ്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ PSCയിലോട്ട് വരുമ്പോൾ? തീർച്ചയായിട്ടും. ബിടെക്കിൽ നമ്മൾ പഠിച്ച മാത്സ് ഈ PSC ഫീൽഡിൽ തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ മാത്സിന് അങ്ങനെ കൂടുതൽ വർക്കൗട്ട് ചെയ്യാറില്ല. അപ്പോൾ അതിൻ്റെ ഒരു ബേസ് ഉണ്ടായിരുന്നുകൊണ്ട് PSC ഫീൽഡിൽ മാത്സ് എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു ബിഗിനിങ് സ്റ്റേജിൽ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും, എവിടെ നിന്നാണ് തുടങ്ങേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ അഖിലിന്റെ അഭിപ്രായത്തിൽ എവിടെ നിന്നാണ് നമ്മൾ ബേസ് എവിടെ നിന്നാണ് ബിൽഡ് ചെയ്യേണ്ടത്? അതെ, നമ്മൾ തുടക്കത്തിൽ PSCയിലോട്ട് വരുമ്പോൾ നമുക്ക് ഇതിനെ പറ്റി യാതൊരു ഐഡിയയും കാണത്തില്ല. അപ്പോൾ ആദ്യത്തെ കുറച്ച് സ്ട്രഗിൾസ് എല്ലാവർക്കും ഉണ്ടാകുന്നത് പോലെ തന്നെ നമുക്കും വരും. ബിഗിനിങ് സ്റ്റേജിൽ ഞാൻ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ LDC എക്സാമാണ്. അപ്പോൾ അതൊരു 2021 തുടക്കം തൊട്ട് നവംബറിലായിരുന്നു എക്സാം. അപ്പോൾ ഒരു 10-11 മാസം കൊണ്ട് LDCക്ക് വേണ്ടി ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്തു. അത് പ്രിപ്പയർ ചെയ്ത് എനിക്ക് 365ാമത്തെ റാങ്കാണ് കൊല്ലം ജില്ലയിൽ കിട്ടിയത്. ഇപ്പോൾ ഏതൊക്കെ റാങ്ക് ലിസ്റ്റുകളിലുണ്ട്? ഇപ്പോൾ റാങ്ക് ലിസ്റ്റിലുള്ള 1 LD, പിന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് KSFE റാങ്ക് ലിസ്റ്റിൽ, പിന്നെ യൂണിവേഴ്സിറ്റി 3 റാങ്ക് ലിസ്റ്റിലാണുള്ളത്. അപ്പോൾ എവിടെ മുതലാണ് PSC പഠിച്ചു തുടങ്ങേണ്ടതെന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ എന്താണ് പഠിച്ചു തുടങ്ങേണ്ടത്? ഞാൻ PSC ഫീൽഡിലോട്ട് ആദ്യം വന്നപ്പോൾ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി കുറച്ച് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബേസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അന്നത്തെ ഒരു ട്രെൻഡ് അറിയാലോ, SCRT ഫോക്കസ് ചെയ്തായിരുന്നു കൂടുതൽ വന്നുകൊണ്ടിരുന്നത് എന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ LD ടൈമിലൊക്കെ ഞാൻ കൂടുതലും SCRT ഫോക്കസ് ചെയ്താണ് പഠിച്ചുകൊണ്ടിരുന്നത്. LD ക്ലർക്കിൽ നിന്ന് ഡിഗ്രി ലെവൽ എക്സാംസിനോട്ട് വരുമ്പോൾ വ്യത്യാസമുണ്ട്, പ്രിപ്പറേഷൻ്റെ കാര്യത്തിലായാലും വ്യത്യാസമുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു പ്രിപ്പറേഷൻ ലെവൽ, എന്തൊക്കെ മാറ്റങ്ങളായിരുന്നു? ഡിഗ്രി ലെവൽ ആകുമ്പോൾ നമ്മളിപ്പോൾ 10th ലെവൽ പഠിക്കുമ്പോൾ കൂടുതൽ SCRT ഫോക്കസ് ചെയ്തായിരിക്കും പഠിക്കേണ്ടത്. അതെ, SCRT ആണ് മെയിനായിട്ട് നമ്മൾ LD 10th ലെവലിൽ ഫോക്കസ് ചെയ്യേണ്ടത്. പക്ഷേ ഡിഗ്രി ലെവലിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടെ NCERT, അതായത് ജോഗ്രഫിക്കും എക്കണോമിക്സിനൊക്കെ നമ്മൾ NCERT കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടി വരും. അതിനൊക്കെ തന്നെ പൊളിറ്റിക്ക് ലക്ഷ്മികാന്ത് കൂടുതൽ യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ ഇതാണ് ഡിഗ്രി ലെവലിൽ നമ്മൾ ചെയ്യേണ്ട ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിലോട്ട് വരുമ്പോൾ PKPSC കോർണർ എന്നൊരു പ്ലാറ്റ്ഫോം തീർച്ചയായും ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? അതെ. അപ്പോൾ എങ്ങനെയാണ് ഒരു പ്ലാറ്റ്ഫോമിലൂടെ എത്തിപ്പെടുന്നതും എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്?
LD ടൈമിൽ PK ചേട്ടനെ ഞാൻ വേറെ ഗ്രൂപ്പിൽ നിന്നൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ചേട്ടൻ എടുക്കുന്ന ഇപ്പോൾ ലക്ഷ്മികാന്തിൻ്റെ പൊളിറ്റിക് ക്ലാസ് ഒക്കെ അന്ന് തൊട്ടേ ഞാൻ ഇങ്ങനെ കേട്ട് നോട്ടൊക്കെ എഴുതി പോകുമായിരുന്നു. അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ ആ ക്വാളിറ്റി ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഈ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ക്വാളിറ്റി അന്ന് തൊട്ടേ അറിയാമായിരുന്നു. അങ്ങനെയാണ് PSC പ്ലാറ്റ്ഫോം അല്ല PSC പ്ലാറ്റ്ഫോമിലോട്ട് എത്തി ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയത്. ഇപ്പൊ സ്പെഷ്യൽ ടോപ്പിക് നമുക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എടുത്ത് പറയേണ്ടതാണ്. അതെ, തീർച്ചയായും 16ഓളം മാർക്കിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുവേണ്ടി പ്രിപ്പറേഷൻ ഈ ഒരു പ്ലാറ്റ്ഫോം മാത്രമായിരുന്നു യൂസ് ചെയ്തിട്ട്? മെയിനായിട്ട് ഞാൻ PK ചേട്ടൻ്റെ ക്ലാസ് കണ്ടിട്ട് നോട്ട് എഴുതി പഠിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ അതിൻ്റെ ആക്ടിൻ്റെ ബെയർ PDF എടുത്തിട്ട് അതിൽ നിന്നും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് ചേട്ടൻ്റെ ക്ലാസ്സും പിന്നെ അലിഷൻ്റെ റിവിഷൻ ക്ലാസ്സും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരുപാട് സ്കോർ ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. താങ്ക് യു, ഒത്തിരി സന്തോഷം. നമുക്കതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സിലബസിൽ പഠിക്കാനുള്ളതാണ് ആനുകാലിക വിഷയങ്ങൾ. കറണ്ട് അഫയേഴ്സ് പത്രവാർത്തകളിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്ന കൂട്ടത്തിലാണോ അതോ ടെലഗ്രാം, യൂട്യൂബ് എങ്ങനെയായിരുന്നു? കറണ്ട് അഫയേഴ്സ് ഞാൻ ടെലിഗ്രാം സോഴ്സായ പത്രവാർത്തകൾ ടെലിഗ്രാം ചാനലും ഒരുപാട് പേര് എടുത്ത് പറയുന്നുണ്ട്. അത് പല ന്യൂസ് പേപ്പറിൽ കട്ടിങ് ഡെയിലി ഇട്ടിട്ട് പോകും. അത് നോട്ട് എഴുതി വെക്കുമായിരുന്നു. പിന്നെ ആനുകാലികം എന്നീ 2 ചാനലാണ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നത്. പലപ്പോഴും എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്, PK സാറിന് മെസ്സേജ് അയച്ചാൽ എന്തെങ്കിലും മണ്ടത്തരായി പോവോ, പേടിയാണ്, എങ്ങനെയാണെന്നുള്ള രീതിയിൽ കുറച്ച് പേര് ഡൗട്ടുകൾ പേഴ്സണലി എന്നോട് പറയാറുണ്ട്. എന്താണ് അഖിലിന്റെ അഭിപ്രായം? ഇല്ല, PK ചേട്ടൻ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇപ്പം മെസ്സേജ് അയച്ചാൽ പുള്ളി ഉടനെ ഫോൺ നമ്പർ എന്നിട്ട് വിളിക്കാനാണ് പറയുന്നത്. അപ്പോൾ എപ്പോൾ വിളിച്ചാലും അവൈലബിൾ ആണ്. ഇപ്പോൾ പല ഡൗട്ടിനും ഞാൻ PK ചേട്ടന് ഡയറക്റ്റ് മെസ്സേജ് അയക്കാറുണ്ട്, അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ വിളിച്ച് ഡൗട്ട് ചോദിക്കാറുണ്ട്. ഞാൻ ആദ്യമായിട്ട് PK ചേട്ടനെ വിളിച്ച LD ടൈമിൽ റാങ്ക് ലിസ്റ്റ് വന്ന ദിവസം 365 റാങ്ക് എൻ്റെ. പക്ഷേ അത് ഞാനൊരു മാർക്ക് ചെയ്തതിനെക്കാട്ടി 4 ക്വസ്റ്റ്യൻ OMR മാർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് റാങ്ക് താഴോട്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ ഞാൻ കുറച്ച് ഡെസ്പെക്കായി അന്ന് PK ചേട്ടനെ വിളിച്ച്. അപ്പോൾ PK ചേട്ടനാണ് മോട്ടിവേഷൻ തന്നത്, എന്തായാലും ഇത് കിട്ടും, ഈ 10th ലെവൽ പോസ്റ്റിൽ തന്നെ ഒതുങ്ങി നിൽക്കാതെ നീ ഒരു ഡിഗ്രി ലെവൽ പോസ്റ്റിൽ നോക്കണം എന്നുള്ളൊരു മോട്ടിവേഷനൊക്കെ തന്ന് ഒന്ന് ഇതാക്കി PK ചേട്ടനാണ്. അങ്ങനെയാണ്. അപ്പോൾ പ്രിപ്പറേഷനിലോട്ട് വരുമ്പോൾ സാർ എപ്പോഴും പറയുന്ന കാര്യമാണ്, സാറിന്റെ ക്ലാസ്സുകൾ തീർച്ചയായിട്ടും ആ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, നമ്മൾ സ്വയം ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത്. അപ്പോൾ എങ്ങനെയായിരുന്നു അഖിലിന്റെ പ്രിപ്പറേഷൻ? ഈ PK ചേട്ടൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് മാക്സിമം യൂസ് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾക്ക് ഒരു സെൽഫ് എഫേർട്ട് ഇട്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കണമെന്ന് PK ചേട്ടൻ എപ്പോഴും പറയും. സ്പൂൺ ഫീഡിങ് ഇവിടെ ഇല്ല എന്നുള്ള രീതി PK ചേട്ടൻ എപ്പോഴും പറയാറുണ്ട്. അപ്പം നമ്മൾ അതനുസരിച്ച് നമ്മളൊരു എഫേർട്ട് ഇടണം. ആ എഫേർട്ട് ഇടുന്നതിലൂടെ നമുക്ക് മാക്സിമം കുറച്ചും കൂടെ മുമ്പോട്ട് കയറി വരാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു അനുഭവം. റാങ്ക് ഫയലിനെ കുറിച്ച് ഇപ്പോൾ ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്കുകൾ നമുക്കറിയാം, ഇമ്പോർട്ടൻസ് അറിയാം. ടെക്സ്റ്റ് ബുക്കുകൾ റാങ്ക് ഫയലിനെ കുറിച്ചിട്ടൊരു മിക്സ്ഡ് ഒപ്പീനിയൻ ആണ് നിൽക്കുന്നത്. അഖിലിന്റെ ഒപ്പീനിയൻ എന്താണ്? ഞാൻ LD ടൈമിലൊക്കെ റാങ്ക് ഫയൽ യൂസ് ചെയ്തിട്ടുണ്ട്, SCRTന്റെ റാങ്ക് ഫയൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുസ്തകങ്ങൾ വായിച്ചിട്ടാണോ, എങ്ങനെയായിരുന്നു സോഴ്സ്, മേജർ സോഴ്സസ് അഖിലിന്റെ എങ്ങനെയായിരുന്നു? ഞാനങ്ങനെ റെഫറൻസ് ബുക്കായിട്ട് ഇപ്പോൾ പൊളിറ്റിക്ക് ചേട്ടൻ്റെ ക്ലാസ് കണ്ടാണ് നോട്ട്, രശ്മികാന്ത് ആയതുകൊണ്ട് പിന്നെ അത് മാത്രമേ കണ്ടിട്ടുള്ളൂ. എക്കണോമിക്സ്, ജോഗ്രഫിക്കൊക്കെ NCERT ആണ് മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ സ്റ്റാൻഡേർഡ് ബുക്സ് എക്കണോമിക്സിനും ജോഗ്രഫിക്കൊന്നും യൂസ് ചെയ്തിട്ടില്ല. പ്രിപ്പറേഷനിലോട്ട് വരുമ്പോൾ നമുക്ക് GK പോർഷനെ പറ്റിയിട്ട് പറഞ്ഞു, അതല്ലാണ്ട് നമുക്ക് ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫയേഴ്സ് പോലുള്ള സബ്ജക്ട്സ് ഉണ്ട്. ഈ സബ്ജക്ട്സ് പഠിക്കുന്നതിൻ്റെ ആവശ്യകത എങ്ങനെയായിരുന്നു ഇതിൻ്റെ പ്രിപ്പറേഷൻ? നമ്മളിപ്പോൾ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, കറണ്ട് അഫയേഴ്സ് ഇത്രയും വിഷയങ്ങളിൽ നമ്മൾ കുറച്ച് മാർക്ക് ബാക്കിലോട്ട് പോയാൽ അത് നമ്മളെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് തന്നെ ചിലപ്പോൾ പിന്തള്ളപ്പെട്ട് പോയേക്കാം. അതിൽ നമ്മൾ മാക്സിമം മാർക്ക് സ്കോർ ചെയ്താലേ പറ്റുള്ളൂ. ഇംഗ്ലീഷിന് PSC ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ടെലിഗ്രാം ചാനൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു കൂടുതലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് റിവിഷൻ സ്ട്രാറ്റജീസിലോട്ട് വരാം. അപ്പോൾ പഠിത്തത്തിന്റെ ഒപ്പം തന്നെ അത്രയധികം ഇമ്പോർട്ടൻസ് നമ്മൾ റിവിഷന് കൊടുക്കണം, ഇല്ലെങ്കിൽ പഠിച്ചതൊക്കെ മൊത്തം വേസ്റ്റ് ആയി പോകുന്ന പറഞ്ഞ മാതിരിയാണ്. എങ്ങനെയായിരുന്നു റിവിഷൻ എന്ന് വെച്ചാൽ നമ്മൾ PSC ഫീൽഡിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് റിവിഷൻ. നമ്മളിപ്പോൾ റിവിഷൻ പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ ഒരു എക്സാമിന് കുറച്ച് നമ്മൾ ബാക്കിലോട്ട് പോകും, വേസ്റ്റ് ആവുന്ന ഒരു സിറ്റുവേഷനാണ് റിവിഷൻ ചെയ്തില്ലെങ്കിൽ. ഞാനങ്ങനെ റിവിഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരാഴ്ച പഠിക്കുന്ന ടോപ്പിക്ക് പിറ്റേ ഒരു ദിവസം കൊണ്ട് റിവിഷൻ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. വീക്ക്ലി ആയിട്ട് റിവിഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. എക്സാമിനോട് അടുക്കുമ്പോൾ പിന്നെ റിവിഷൻ ചെയ്യും. എക്സാമിനോട് അടുത്ത് റിവിഷൻ മാത്രമേ ചെയ്യാറുള്ളൂ. എക്സാമിന് എത്ര മുന്നേ തൊട്ടാണ് റിവിഷൻ? 2 ആഴ്ച മൊത്തം റിവിഷൻ ആയിരിക്കും. അപ്പൊ ആ സമയത്ത് പുതിയ കാര്യങ്ങൾ അങ്ങനെ അധികം പഠിക്കാറില്ല. നമ്മൾ പഠിച്ച കാര്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ പുതിയ ടോപ്പിക് പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാറുണ്ട് റിവിഷൻ? ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. PSCയുടെ തന്നെ ക്വസ്റ്റ്യൻസ് ആണോ, മോക്ക് ടെസ്റ്റ് എടുക്കാറുണ്ട്. പ്രസിദ്ധീകരണങ്ങൾ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമുക്ക് ഒരുപാട് UPSC
കിട്ടും. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യാറുണ്ട്, പൊളിറ്റിക്കും ജോഗ്രഫിക്കും എക്കണോമിക്സിനൊക്കെ. അപ്പോൾ നമ്മൾ പ്രിപ്പറേഷൻ്റെ കാര്യം റിവിഷൻ്റെ കാര്യമൊക്കെ സംസാരിച്ചു. അത്യാവശ്യം ടൈം എടുത്തിട്ടാണ് നമുക്ക് ആഗ്രഹിച്ചൊരു പൊസിഷനിൽ എത്താനായിട്ട് പറ്റിയത്. ഈ സമയത്ത് ഇൻകം ഒക്കെ മാനേജ് ചെയ്തിരുന്നത് എങ്ങനെയായിരുന്നു? വീട്ടിലെ മൂത്ത മോൻ എന്നുള്ള ലേബലൊക്കെ പ്രശ്നമായിട്ട് വന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും? വീട്ടുകാർ എന്നോട് വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. ഒരിക്കലും ഈ ഒരു ജോലിക്ക്, ഒരു പ്രൈവറ്റ് ജോബിന് പോയി ഇൻകം കൊണ്ടുവരണം എന്ന് വീട്ടുകാർ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതൊരു എന്നെ സംബന്ധിച്ചൊരു റിലാക്സേഷൻ ആണ്. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഇത്രയും കുറച്ച് നമ്മളിങ്ങനെ അത്യാവശ്യം കാലം നമ്മളിതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തായിരുന്നു ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ? ഇതെന്ന് പറഞ്ഞാൽ ഈ PSC എന്ന് പറഞ്ഞൊരു ലോങ് പ്രോസസ്സാണ്. അപ്പൊ അതിനെ കുറിച്ച് മുന്നേ തന്നെ ഒരു ധാരണ ഉണ്ടായിരുന്നു ഇത്രയും സമയം എടുക്കും? ഇത്രയും സമയമൊന്നുമല്ല, നമ്മൾ ലോങ് പ്രോസസ് ആണെന്ന് അറിയാം. പക്ഷേ ഇതൊരു കൺസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പൊ ചിലപ്പോൾ നമുക്ക് ഇപ്പൊ ഒരു ഡെയിലി പഠിക്കണം എന്നുള്ളത് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. അതായത് ഇപ്പോൾ ഒരു ഡെയിലി ഒരു 2 മണിക്കൂറെങ്കിലും മാക്സിമം പഠിക്കാൻ നോക്കുക. അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചുകൊണ്ട് ഇരിക്കണം. ഒരു ബ്രേക്ക് വന്നാൽ ചിലപ്പോൾ നമുക്കൊരു പിന്നീട് തുടങ്ങാൻ ഒരു ബുദ്ധിമുട്ട് വരാറുണ്ട്. അതുകൊണ്ട് കൺസിസ്റ്റൻസി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത് PSC ഫീൽഡിൽ ഒരു നല്ലൊരു കാര്യമാണ്. ഒരു ഡെയിലി ഏകദേശം ഒരു ഏവറേജ് ഡെയിലി ഒരു 6 hours ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ എക്സാം ആകുമ്പോൾ കുറച്ചും കൂടെ ടൈം വരും. ഇങ്ങനെ ഞാനങ്ങനെ ഏർലി മോർണിംഗും അങ്ങനെ ലേറ്റ് നൈറ്റ്സ് ഒന്നും അങ്ങനെ ഇരുന്ന് പഠിച്ചിട്ടില്ല. നന്നായിട്ട് ഉറങ്ങിയിട്ട് തന്നെയാണ്. അതെ, നന്നായിട്ട് ഉറങ്ങിയിട്ട് തന്നെ പഠിച്ചിട്ടുള്ളൂ. മറ്റു ഹോബീസ് എന്തൊക്കെയാണ്? ഞാൻ എൻ്റെ ഹോബീസ് എന്ന് പറയുന്ന ഞാൻ സിനിമ മാക്സിമം തിയേറ്ററിൽ നിന്ന് എല്ലാ സിനിമയും കാണാറുണ്ട്. പിന്നെ സ്പോർട്സ് കാണും, ഫുട്ബോൾ, ക്രിക്കറ്റ്, ഇതൊക്കെയാണ് ഹോബി എന്ന് പറയാനുള്ളത്. സോ അഖിൽ വേറൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സൈൻ ചെയ്യുമ്പോൾ അവിടെ ഒരു റിസ്ക് എടുത്തിരുന്നോ? എങ്ങനെയായിരുന്നു? ഒരു കോൺഫിഡൻസ് എവിടെ നിന്നാണ് കിട്ടിയത്? എനിക്ക് യൂണിവേഴ്സിറ്റി എന്തായാലും കിട്ടും എന്നുള്ളൊരു റിസ്ക് എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് ആൾറെഡി LD ഒരു ബാക്കപ്പ് പ്ലാൻ കിടക്കുന്നതുകൊണ്ട് റിസ്ക് എടുക്കാൻ ഒരു ധൈര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ റിസ്ക് എടുത്ത് റിസൈൻ ചെയ്ത് യൂണിവേഴ്സിറ്റി പ്രിപ്പറേഷനിലോട്ട് വരികയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അന്നത്തെ ഒരു പെർഫോമൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എത്ര പഠിച്ചാലും എക്സാമിൻ്റെ ഒരു 1.5 hour ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ സമയത്തൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു? അത് കൂളായിട്ട് എക്സാം? യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ടൈമിൽ എനിക്ക് അത്ര ടെൻഷൻ ഇല്ലായിരുന്നു. കാരണം നമുക്ക് ആൾറെഡി ബാക്കപ്പ് പ്ലാനായിട്ട് കിടപ്പുണ്ട്, അതുകൊണ്ട് കൂളായിരുന്നു. ഞാൻ പക്ഷേ LD എക്സാമിനൊക്കെ ഭയങ്കര ടെൻഷനിലാണ് ഇരുന്നത്. അങ്ങനെ കുറച്ച് അബദ്ധം പറ്റി മാർക്കൊക്കെ കുറഞ്ഞു പോയി. പക്ഷേ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് മൊത്തം ഒരു കൂൾ മൈൻഡ് ആയിരുന്നു. അതുകൊണ്ട് അതിന്റെ ഒരു ബെനിഫിറ്റ് എക്സാമിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. LD ക്ലർക്ക് എഴുതുമ്പോൾ എക്സാമിന് ടെൻഷൻ ഉണ്ടായിരുന്നല്ലേ? അപ്പോൾ അത് എത്രത്തോളം മാർക്ക് കുറഞ്ഞു? അതെ, ഒരു 3-4 മാർക്കോളം നമുക്ക് കുറയുന്നതായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ എക്സാം ഹാളിൽ തന്നെ നമ്മളൊരു സ്ട്രെസ് മാനേജ്മെന്റ് ചെയ്യാൻ ശ്രമിക്കണം. മാക്സിമം കൂളായിട്ട് നിന്ന് നമ്മൾ എക്സാം എഴുതിയാൽ നമുക്കൊരു കിട്ടുന്ന മാർക്കിന് ഒരു 5 മാർക്ക് കൂടുതലെങ്കിലും കിട്ടും എന്നാണ് എൻ്റെ ഒരു പക്ഷം. ഒരുപാട് പേര് ഈ സ്മാർട്ട് വർക്കിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അഖിലിന്റെ അഭിപ്രായത്തിൽ എന്താണ് സ്മാർട്ട് വർക്ക്? ഇപ്പൊ ഹിസ്റ്ററി ആയാൽ നമുക്ക് റെവല്യൂഷൻ എന്നൊരു ക്വസ്റ്റ്യൻ എന്തായാലും വരും. എക്കണോമിക്സ് എടുത്ത RBI വരും, നീതി ആയോഗ് വരും, ഇപ്പൊ GDP അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വരും. അങ്ങനെ എല്ലാ ടോപ്പിക്കിലും ഇതണക്ക് വരുന്ന ക്വസ്റ്റ്യൻ വരുന്ന ഫീൽഡുണ്ട്. അപ്പം നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്ത് അത് പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുക എന്നാണ് എൻ്റെ ഒരു സ്ട്രാറ്റജി ആയിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കമന്റ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഒരുപാട് ബിഗിനേഴ്സ് കമന്റ് ചെയ്യുന്നതായിട്ട് കാണാം. തുടക്കക്കാർ എവിടെ തുടങ്ങുന്ന അറിയില്ല, ഇനി തുടങ്ങിയാൽ തന്നെ കിട്ടുമോ എന്താന്ന് അറിയില്ല, ആകെ കൂടി കൺഫ്യൂഷനാണ്. അപ്പൊ ഇങ്ങനെ നല്ല രീതിയിൽ തുടങ്ങി ഒരു 38th റാങ്ക് എന്നുള്ളൊരു മികച്ചൊരു അച്ചീവ്മെന്റ് ആയിട്ട് ഇരിക്കുന്ന ഒരാളാണെങ്കിൽ എന്ത് മെസ്സേജാണ് അവർക്കൊക്കെ നൽകാനുള്ളത്? നമുക്ക് PSC എന്ന് പറയുന്നത് കിട്ടാക്കനിയല്ല, നമ്മൾ വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും കിട്ടുന്ന ഒരു ഫീൽഡാണ് ഈ PSC എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കണം. നമുക്കത് കിട്ടും എന്നൊരു തോന്നൽ നമ്മൾ തന്നെ ഉണ്ടാകണം. അതിനുശേഷം നമ്മൾ മാക്സിമം എഫേർട്ട് ഇട്ട് വർക്ക് ചെയ്യുക. എന്നാൽ കിട്ടുന്ന ഒരു ഇതാണ് PSC ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. റാങ്ക് ലിസ്റ്റിലെ 38ാമത്തെ റാങ്കാന്ന് അറിഞ്ഞൊരു ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, ആ മൊമെന്റ് ഓർത്തെടുക്കുന്നുണ്ടോ? എങ്ങനെയായിരുന്നു ആ ഒരു ഹാപ്പിനെസ്? തീർച്ചയായും ഭയങ്കര ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് തന്നിട്ടുള്ളൊരു മൂമെൻ്റ് ആയിരുന്നു അത്. ഒട്ടും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. അതായത് ആദ്യത്തെ 100-ാമത്തായിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നത്. പക്ഷേ വന്നപ്പോൾ ആദ്യത്തെ 50-നുള്ളിൽ വളരെ ഹാപ്പിയായി. ആ മൊമെന്റ് ഇപ്പോഴും ചെറിഷ് ചെയ്യുന്ന ഒരു മൊമെന്റ് ആണ്. ഈ ചെറിഷ് ചെയ്യുന്ന ഒരു മൊമെന്റിന്റെ പിന്നിൽ തീർച്ചയായിട്ടും എന്തായാലും അത് അഖിലിന്റെ ഹാർഡ് വർക്ക് തന്നെയാണ്. എങ്കിലും കൂടെ കൂട്ടാൻ ഈ ഒരു ജേർണിയിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയായിരിക്കും? ഈ ജേർണിയിൽ തന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എൻ്റെ വീട്ടുകാർ തന്നെയാണ്. ഈ PSC വഴി ഒരു ഗവൺമെൻറ് ജോബ് നേടാൻ വേണ്ടി മാക്സിമം എൻ്റെ വീട്ടിൽ നിന്ന് സപ്പോർട്ട് തന്നിട്ടുണ്ട്. വേറൊരു ജോലിക്കും എന്നെ അങ്ങനെ പറഞ്ഞു വിട്ടിട്ടില്ല. അങ്ങനെ മാക്സിമം സപ്പോർട്ട് തന്നത് കൊണ്ടാണ് ഇന്നിപ്പോൾ ഈ ഒരു പൊസിഷനിൽ അല്ലെങ്കിൽ ഈ 38ാം റാങ്കിലോട്ട് എത്താൻ പറ്റിയെന്ന് ഞാൻ ഒരുപാട് വിശ്വസിക്കുന്നു. ഇത് അവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. തീർച്ചയായിട്ടും. ഇനി പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ടോ? ഇനി വരുന്ന എക്സാംസിനൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യും? ഇനിയിപ്പോൾ അടുത്ത സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നോക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഭാവിയുള്ള എല്ലാ 28 വയസ്സാണ്.
അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ക്ലീഷേ ചോദ്യം ഞാനും ചോദിച്ചേക്കാം. കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെയുള്ള പ്രഷറുകളൊക്കെ വരുന്നുണ്ടോ? അല്ല, ഇനിയിപ്പോൾ ജോലിയെ കിട്ടിയിട്ടായിരിക്കും കല്യാണത്തിലുള്ള ചിന്ത. ഓക്കെ. അപ്പം ഇനിയുള്ള ഭാവിയിലേക്കുള്ള എല്ലാ ആശംസകളും നമ്മളോടൊപ്പം ചെലവഴിച്ചതിന് ഒത്തിരി നന്ദി. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. സോ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് PSCയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് 38ാം റാങ്ക് കരസ്ഥമാക്കിയ അഖിലാണ്. അഖിലിൻ്റെ സ്ട്രാറ്റജീസ് ഒക്കെ നമ്മൾ കേട്ടല്ലേ? അപ്പോൾ കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്തു. അതിൻ്റെ കൂടെ പ്രോപ്പറായിട്ട് ഒരു ഗൈഡൻസും മെൻറ്റർഷിപ്പും ലഭിച്ചതോട് കൂടിയിട്ടാണ് ഇത്രയും മികച്ചൊരു അച്ചീവ്മെൻറ്റ് അദ്ദേഹത്തിന് സ്വന്തമാക്കാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ ഇനിയും നിങ്ങൾ PSC കോർണറിൻ്റെ ഭാഗമായിട്ടില്ലേ? ഇല്ലെങ്കിൽ നമ്മുടെ താഴെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നമ്മൾ യൂട്യൂബിൽ 10K സബ്സ്ക്രൈബേഴ്സായി. സോ അതിൻ്റെ സ്നേഹവും നന്ദിയും കൂടെ ഈ ഒരു അവസരത്തിൽ അറിയിക്കുന്നു. ഇനിയും നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. മറ്റൊരു അധ്യായത്തിൽ മറ്റൊരു അതിഥിയുമായി കാണുന്നത് വരേക്കും നന്ദി. PKPSC Corner. Craft your future.